SSAG വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ktet സൈക്കോളജിയുടെ ഒരു മോക്ക് ടെസ്റ്റാണ്. മോക്ക് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നിരവധി ചോദ്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ktet കാറ്റഗറി 2, കാറ്റഗറി 3, കാറ്റഗറി 1, കാറ്റഗറി 4 ഈ എല്ലാ മേഖലയിൽ നിന്നും അല്ലെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ക്ലാസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനോ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ മറക്കരുത്. നമ്മുടെ ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ആദ്യ ചോദ്യം നോക്കൂ. അക്കോർഡിംഗ് ടു പിയാഷെ, ചിൽഡ്രൻ ഡെവലപ്പ് അബ്സ്ട്രാക്റ്റ് ആൻഡ് ലോജിക്കൽ തിങ്കിങ് എബിലിറ്റി ഡ്യൂറിങ് ഓപ്ഷൻ എ സെൻസറി മോട്ടോർ സ്റ്റേജ്, ഓപ്ഷൻ ബി പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, ഓപ്ഷൻ സി കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്, ഓപ്ഷൻ ഡി ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. പിയാഷെയുടെ അഭിപ്രായത്തിൽ അബ്സ്ട്രാക്റ്റ് ആൻഡ് ലോജിക്കൽ തിങ്കിങ് എബിലിറ്റി കുട്ടികൾ ഡെവലപ്പ് ചെയ്യുന്നത് ഏത് പീരീഡിലാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പീരീഡിലാണ് ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ഏതാണ്? ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് അഥവാ ഓപ്ഷൻ ഡി ആണ്. പിയാഷെയുടെ സ്റ്റേജ് 4 സ്റ്റേജാണുള്ളത്. സെൻസറി മോട്ടോർ, പ്രീ ഓപ്പറേഷണൽ, കോൺക്രീറ്റ് ഓപ്പറേഷണൽ ആൻഡ് ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഈ ലാസ്റ്റ് സ്റ്റേജിലാണ് കുട്ടികൾ അബ്സ്ട്രാക്റ്റ് ആൻഡ് ലോജിക്കൽ തിങ്കിങ് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, അബ്സ്ട്രാക്റ്റ് എന്ന് പറയുമ്പോൾ അവരുടെ കണ്ണിൽ കാണാത്തൊരു വസ്തുവിനെ കുറിച്ച് പോലും അവരുടെ മുന്നിൽ ഇല്ലാത്തൊരു വസ്തുവിനെ കുറിച്ച് പോലും ചിന്തിക്കാനുള്ള കഴിവ് കുട്ടികൾക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ആണ് പിയാഷെയുടെ 4 സ്റ്റേജും. ആ ഓരോ പീരീഡിലും വരുന്ന എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും പഠിച്ചു പോവുക. അത് എല്ലാ എക്സാമിനും ചോദിക്കാറുണ്ട്. ഓക്കെ, പിയാഷെയുടെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നമ്മുടെ എല്ലാ റിവിഷൻ വീഡിയോസിലും പിയാഷെയെ കുറിച്ചിട്ടുള്ള കണ്ടന്റുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആവശ്യമുള്ളവർ അതൊന്ന് പോയി കാണുക. നെക്സ്റ്റ്, സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ സിദ്ധാന്തമായ മനസ്സിൻ്റെ ഘടനാ സങ്കല്പങ്ങളിൽ സൂപ്പർ ഈഗോ ഏത് തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്? അക്കോർഡിംഗ് ടു സിഗ്മണ്ട് ഫ്രോയിഡ്സ് തിയറി ഓഫ് സ്ട്രക്ചർ ഓഫ് മൈൻഡ്, സൂപ്പർ ഈഗോ വർക്ക്സ് ആസ് പെർ വിച്ച് പ്രിൻസിപ്പിൾ? സൂപ്പർ ഈഗോയാണ് ചോദിച്ചിട്ടുള്ളത്. സുഖതത്വം അഥവാ പ്രിൻസിപ്പിൾസ് ഓഫ് പ്ലഷർ, സാൻമാർഗിക തത്വം പ്രിൻസിപ്പിൾ ഓഫ് മൊറാലിറ്റി, ഓപ്ഷൻ സി യാഥാർത്ഥ്യബോധ തത്വം അഥവാ പ്രിൻസിപ്പിൾസ് ഓഫ് റിയാലിറ്റി, ഓപ്ഷൻ ഡി പ്രിൻസിപ്പിൾ ഓഫ് മോട്ടിവേഷൻ അഥവാ പ്രചോദന തത്വം. ഏതാണ് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ സൂപ്പർ ഈഗോ പ്രവർത്തിക്കുന്നത് ഏത് പ്രിൻസിപ്പിളാണ്? കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലേ. ഓപ്ഷൻ ബി പ്രിൻസിപ്പിൾ ഓഫ് മൊറാലിറ്റി ആണ്. എന്താണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്? ഒരു മൊറാലിറ്റി ബേസ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. ഇവിടെ മൊറാലിറ്റി പ്രിൻസിപ്പിളാണ് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്. സൂപ്പർ ഈഗോ മൊറാലിറ്റി ആണ് അല്ലേ. അതേസമയം പ്രിൻസിപ്പിൾസ് ഓഫ് റിയാലിറ്റി ഏതാണ് വരുന്നത്? പ്രിൻസിപ്പിൾസ് ഓഫ് റിയാലിറ്റി എന്ന് പറയുന്നത് ഏതാണ്? ഈഗോയാണ്. ഓക്കെ, ഈഗോ തത്വമാണ് പ്രിൻസിപ്പിൾ ഓഫ് റിയാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അതേസമയം പ്രിൻസിപ്പിൾ ഓഫ് പ്ലഷർ ഏതാണ്? പ്ലഷർ ഇതാണ്. ഓക്കെ, പ്രിൻസിപ്പിൾ ഓഫ് പ്ലഷർ എന്നറിയപ്പെടുന്നത് ഇതാണ്. നെക്സ്റ്റ് ചോദ്യത്തിലോട്ട് പോകാം. സ്ത്രീകൾ പൊതുവെ ശാരീരിക ക്ഷമത കുറഞ്ഞവരാണ്. ഈ പ്രസ്താവന എന്തിനെ സൂചിപ്പിക്കുന്നു? ഇൻ ജനറൽ, ലേഡീസ് ആർ ഫിസിക്കലി വീക്ക്. ദ സ്റ്റേറ്റ്മെൻറ്റ് ഡിനോട്ട്സ് ലിംഗവിവേചനം, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, ലിംഗഭേദം, ജെൻഡർ റോൾ. ഓപ്ഷൻ സി ലിംഗസ്ഥിരരൂപം അഥവാ ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ്, ഓപ്ഷൻ ഡി ലിംഗസമത്വം അഥവാ ജെൻഡർ ഈക്വാളിറ്റി. എന്താണ് സ്ത്രീകൾ പൊതുവെ ശാരീരിക ക്ഷമത കുറഞ്ഞവരാണ് എന്ന് പറയുന്നത് എന്തിൻ്റെ ബേസിലാണ്? അത് ലിംഗവിവേചനമാണോ, ലിംഗഭേദമാണോ, ഏതാണ്? അല്ലെങ്കിൽ ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് ആണോ? കറക്റ്റ് ഓപ്ഷൻ സി ആണ് കേട്ടോ. ഇത് ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് ആണ്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുന്നത്. സ്ത്രീകളെക്കുറിച്ചും അല്ലെങ്കിൽ പുരുഷന്മാരെക്കുറിച്ചും പൊതുവെ നമ്മൾ ചില മുൻവിധികളൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ. അതിനെയാണ് നമ്മൾ ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുന്നത്. സോ സ്ത്രീകൾ പൊതുവെ ശാരീരിക ക്ഷമത കുറഞ്ഞവരാണ് എന്ന് പറയുന്നത് എന്താണ്? അവിടെ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അല്ല, മറിച്ച് ജെൻഡർ സ്റ്റീരിയോ ടൈപ്പാണ് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. നെക്സ്റ്റ്, 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന അഭിജിത്ത് അധ്യാപികയുടെ പാട്ട് കേട്ട് കരച്ചിൽ പെട്ടെന്ന് നിർത്തുകയും സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്തു. ശിശുവികാരങ്ങളുടെ ഏത് സവിശേഷതയാണ് ഇവിടെ പ്രകടമാകുന്നത്? ഇൻറ്റൻസ്, ഫ്രീക്വൻറ്റ്, ട്രാൻസിറ്ററി, ഇമോഷണൽ, ഡിറ്റക്റ്റബിലിറ്റി. ഓപ്ഷൻസ് നോക്കൂ. ഇൻറ്റൻസ് അഥവാ തീവ്രത, ഫ്രീക്വൻറ്റ് ചഞ്ചലത, ട്രാൻസിറ്ററി സംക്ഷിപ്തത, ഇമോഷണൽ ഡിറ്റക്റ്റബിലിറ്റി വൈകാരിക ദൃശ്യത.
ഇവിടെ കറക്റ്റ് ഓപ്ഷനായിട്ട് വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, അഥവാ ചഞ്ചലത അഥവാ ഫ്രീക്വൻറ്റ് എന്നുള്ളതാണ്. ഒരു കുട്ടി എന്താണ് ചെയ്യുന്നത്? അധ്യാപികയുടെ പാട്ട് കേട്ട ഉടനെ കരച്ചിൽ നിർത്തുകയും സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. കുട്ടികളുടെ ബിഹേവിയർ എന്താണ്? അങ്ങനെയാണ്, എപ്പോഴും ചേഞ്ചബിൾ. അതായത് ഇപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടി പെട്ടെന്ന് തന്നെ വേറെ എന്തെങ്കിലും കാണുമ്പോൾ അവൻ ചിരിക്കും. അപ്പോൾ അതാണ് കുട്ടികളുടെ ബിഹേവിയറിൻ്റെ ഒരു സവിശേഷതയായിട്ട് പറയുന്നത്. അതാണ് ചഞ്ചലത അഥവാ ഫ്രീക്വൻറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ചോദ്യം നോക്കൂ. ആരുടെ പേരാണ് നേട്ട അഭിപ്രേരണയുമായി ബന്ധമുള്ളത്? ഹൂസ് നെയിം ഈസ് അസോസിയേറ്റഡ് വിത്ത് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ? ഓപ്ഷൻ എ മക്ലെലൻഡ്, ഓപ്ഷൻ ബി ഗിൽഫോർഡ്, ഓപ്ഷൻ സി ഗാർഡനർ, ഓപ്ഷൻ ഡി സ്കിന്നർ. ആരാണ് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്? അത് കറക്റ്റ് ഓപ്ഷൻ എ ആണ്, മക്ലെലൻഡ് ആണ്. ഓപ്ഷൻ എ മക്ലെലൻഡ് ആണ് കറക്റ്റ്. ഓക്കെ, അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ എന്ന തിയറിയൊക്കെ കൊണ്ടുവന്നത് ആരാണ്? മക്ലെലൻഡ് ആണ്. നെക്സ്റ്റ്, താഴെ പറയുന്നവരിൽ ആരാണ് അഭിപ്രേരണ സിദ്ധാന്തം ഉന്നയിച്ചത്? Who among the following advanced a theory of motivation? Jerome S. Bruner, Kohlberg, Sternberg, Abraham Maslow. കറക്റ്റ് ഓപ്ഷൻ ഡി അബ്രഹാം മാസ്ലോയാണ് അല്ലേ? അബ്രഹാം മാസ്ലോയാണ് അഭിപ്രേരണ സിദ്ധാന്തം അല്ലെങ്കിൽ തിയറി ഓഫ് മോട്ടിവേഷൻ, ഒരു ഹൈറാർക്കി തിയറിയൊക്കെ കൊണ്ടുവന്നത് ആരാണ്? അബ്രഹാം മാസ്ലോയാണ് അല്ലേ? അതായത് ഈ ഒരു മോട്ടിവേഷനുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു ഹൈറാർക്കി ഓഫ് നീഡ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 5 സ്റ്റേജുകളായിട്ടൊക്കെ പറയുന്നത് അത് കൃത്യമായിട്ടും പഠിക്കുക. എല്ലാ എക്സാമിനും ചോദിക്കാറുണ്ട്, അതിൻ്റെ ഓർഡറൊക്കെ ചോദിക്കാറുണ്ട്. നെക്സ്റ്റ്, ബ്രിഡ്ജസ് ചാർട്ട് ചിത്രീകരിക്കുന്നത് കുട്ടികളിലെ വൈജ്ഞാനിക വികാസം, കുട്ടികളിലെ ധാർമ്മിക വികാസം, കുട്ടികളിലെ വൈകാരിക വികാസം, കുട്ടികളിലെ ശാരീരിക വികാസം. ആദ്യം പറഞ്ഞത് വൈജ്ഞാനിക വികാസമാണ്. കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്, മോറൽ ഡെവലപ്മെൻറ്റ്, ഇമോഷണൽ ഡെവലപ്മെൻറ്റ്, ഫിസിക്കൽ ഡെവലപ്മെൻറ്റ്. ബ്രിഡ്ജസ് ചാർട്ട് കൊണ്ടുവന്നത് ആരാണ്? കാതറിൻ ബ്രിഡ്ജസ് ആണ് അല്ലേ? കാതറിൻ ബ്രിഡ്ജസ് കൊണ്ടുവന്ന ചാർട്ട് ഏതുമായി ബന്ധപ്പെട്ടതാണ്? കുട്ടികളിലെ വൈകാരിക വികാസവുമായി ബന്ധപ്പെട്ടതാണ്. ചില പ്രത്യേകതകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ആകാംക്ഷാഭരിതനുമാണ്, നിരവധി ചോദ്യങ്ങളും ചോദിക്കുന്നു. അവന് അല്ലെങ്കിൽ അവൾക്ക് സ്വന്തമായ ആശയങ്ങളുണ്ട്. വാക് സമ്പത്ത് കൂടുതലും മുതിർന്ന ആൾക്കാരെ പോലെ സംഭാഷണവുമാണ്. ഓക്കെ, അപ്പം ഏത് ഗണത്തിലാണ് ഈ കുട്ടിയെ ഉൾപ്പെടുത്താനാകുന്നത്? ക്യൂരിയസ് ആൻഡ് ആസ്ക് മെനി ക്വസ്റ്റ്യൻസ്, ഹാസ് ഹിസ് ഹെർ ഓൺ ഐഡിയാസ്, ഹാസ് ഇനഫ് വൊക്കാബുലറി ആൻഡ് കൺവേഴ്സ് ലൈക്ക് ഗ്രോസ് അപ്പ്, മുതിർന്നവരെ പോലെ സംസാരിക്കുന്നു. ഈ കുട്ടി ഏതിലാണ് വരുന്നത്? ഹൈപ്പർ ആക്റ്റീവ്, ഗിഫ്റ്റഡ് ചൈൽഡ്, സ്ലോ ലേണർ, നോർമൽ ചൈൽഡ്. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്? ഓപ്ഷൻ ബി ആണ് അല്ലേ? ഗിഫ്റ്റഡ് ചൈൽഡാണ്. ഗിഫ്റ്റഡ് ചൈൽഡിൻ്റെ സവിശേഷതകളാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത് മുഴുവൻ. ക്യൂരിയസ് ആണ്, ആസ്ക് മെനി ക്വസ്റ്റ്യൻസ്, മുതിർന്നവരെ പോലെ പെരുമാറുന്നതും അവരുടേതായിട്ടുള്ള ചില ഐഡിയാസൊക്കെ അവർക്കുണ്ടാകും. ഇവരെയാണ് നമ്മൾ ഗിഫ്റ്റഡ് ചൈൽഡ് എന്ന് വിളിക്കുന്നത്. ഇവിടെ ഹൈപ്പർ ആക്റ്റീവ് ചൈൽഡ് എന്താണ്, സ്ലോ ലേണർ എന്താണ്, നോർമൽ ചൈൽഡ് എന്താണ് എന്നുള്ളതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. സ്ലോ ലേണറുമായി ബന്ധപ്പെട്ടും അണ്ടർ അച്ചീവറുമായി ബന്ധപ്പെട്ടൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. മുന്നേ ചോദിച്ചത് അണ്ടർ അച്ചീവർ ഇൻ്റലിജൻസുമായി ബന്ധപ്പെടുത്തിയൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഇൻ്റലിജൻസ് കുറഞ്ഞവരാണ് എന്നുള്ള സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു ആ ചോദ്യത്തിൽ കൊടുത്തത്. ആ ഒരു ഓപ്ഷൻ തെറ്റാണല്ലേ? ഇൻ്റലിജൻസ് കുറഞ്ഞവരല്ല, അവരുടെ ഏജിലുള്ള മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതേ ഒരു ലെവലിൽ എത്താൻ പറ്റാത്ത, നമ്മളെ എക്സ്പെക്റ്റഡ് ലെവലിൽ എത്താൻ പറ്റാത്ത കുട്ടികളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അണ്ടർ അച്ചീവേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പോകുന്നത് നന്നായിരിക്കും. നെക്സ്റ്റ്, വളർച്ചയുടെ തോത് ശൈശവത്തിൽ വളരെ കൂടുതലായും കൗമാരഘട്ടത്തിൽ വളർച്ചയിൽ ചാട്ടവും കണ്ടുവരുന്നു. ഈ വസ്തുത ഏത് വികാസ തത്വവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? റേറ്റ് ഓഫ് ഗ്രോത്ത് ഇസ് വെരി ഹൈ അറ്റ് ഇൻഫാൻസി. ഇൻഫാൻസിയിൽ ഗ്രോത്ത് ഓഫ് റേറ്റ് എന്ന് പറയുന്നത് വെരി ഹൈ ആണ്. ആൻഡ് ഷോസ് എ ജംപ് അറ്റ് ടീനേജ്. വിച്ച് പ്രിൻസിപ്പിൾ ഓഫ് ഡെവലപ്മെൻറ്റ് ഈസ് റിലേറ്റഡ് ടു ദിസ് ഫാക്ട്? Development is continuous, development is directional, development is not linear but spiral, development is the product of heredity and environment. Development is not linear but spiral, development is the product of heredity and environment. ഇവിടെ ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? കറക്റ്റ് ഓപ്ഷൻ ഏതാണ് വരുന്നത്? വികാസം രേഖീയമല്ല. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. വികാസം രേഖീയമല്ല, മറിച്ച് ചാക്രികമാണ്. ഡെവലപ്മെൻറ്റ് ഈസ് നോട്ട് ലീനിയർ ബട്ട് സ്പൈറൽ എന്നുള്ളതാണ് ഇവിടെ കറക്റ്റ് ഓപ്ഷനായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ചോദിച്ചത് ഡെവലപ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിളാണ്. ഡെവലപ്മെൻറ്റിൻ്റെ നിരവധി പ്രിൻസിപ്പിൾസ് ഉണ്ട്. പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ട്. ഓരോരിലും വളർച്ച എന്ന് പറയുന്നത്, ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? വ്യത്യസ്തമാണല്ലേ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ഈ ഡെവലപ്മെൻറ്റിൽ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്.
നെക്സ്റ്റ്, ലോകാരോഗ്യ സംഘടന WHO നിർദ്ദേശിക്കുന്ന ജീവിത നൈപുണ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ലൈഫ് സ്കിൽ എമംഗ് ദോസ് സജസ്റ്റഡ് ബൈ WHO? സ്വയം അറിയുക അഥവാ സെൽഫ് അവെയർനെസ്, ക്രിയാത്മക ചിന്ത അഥവാ ക്രിയേറ്റീവ് തിങ്കിങ്, ദമനം അഥവാ റിപ്രഷൻ, ഓപ്ഷൻ ഡി അനുതാപം അഥവാ എംപതി. ലോകാരോഗ്യ സംഘടനയുടെ ലൈഫ് സ്കില്ലിൽ പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. കറക്റ്റ് ഓപ്ഷൻ ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് അല്ലേ. ദമനം എന്നുള്ളത് ലൈഫ് സ്കില്ലിൽ പെടുന്നതല്ല. സെൽഫ് അവെയർനെസ്, ക്രിയേറ്റീവ് തിങ്കിങ്, എംപതി, ഇവ മൂന്നും ഏതിൽ വരുന്നതാണ്? WHO ഏതിൽ വരുന്നുണ്ട്? ലൈഫ് സ്കില്ലിൽ വരുന്നുണ്ട്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ബെസ്റ്റ് ഡിസ്ക്രൈബ് ന്യൂ അപ്രോച്ചസ് ടു അസസ്മെൻറ്റ്? അസസ്മെൻറ്റ് ഷുഡ് ബി ഡൺ ആഫ്റ്റർ കംപ്ലീറ്റിംഗ് എ യൂണിറ്റ്. ഒരു യൂണിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് അസസ്മെൻറ്റ് നടത്തേണ്ടത്. അസസ്മെൻറ്റ് ഷുഡ് ബി ഇൻറ്റഗ്രേറ്റഡ് വിത്ത് ദ ഇൻസ്ട്രക്ഷണൽ പ്രോസസ്സ്. ഇൻസ്ട്രക്ഷണൽ പ്രോസസ്സിൻ്റെ കൂടെ തന്നെ എന്ത് കൊണ്ടുപോകണം? അസസ്മെൻറ്റ് കൊണ്ടുപോകണം. ഓപ്ഷൻ സി, അസസ്മെൻറ്റ് ഷുഡ് ബി ഡൺ ഓൺലി ബൈ ടീച്ചേഴ്സ് ഹു ആർ സ്പെഷ്യലി ട്രെയിൻഡ് ഇൻ ദി ഏരിയ ഓഫ് അസസ്മെൻറ്റ്. എന്താണ്? സ്പെഷ്യലി ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളാണ് ഇത് ചെയ്യേണ്ടത്. നെക്സ്റ്റ്, നൺ ഓഫ് ദിസ്. അപ്പോൾ ഇവിടെ ഏതാണ് അസസ്മെൻറ്റുമായി ബന്ധപ്പെട്ട്, വിലയിരുത്തലുമായി ബന്ധപ്പെട്ട് വരുന്നത്? കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് അല്ലേ. അസസ്മെൻറ്റ് ഷുഡ് ബി ഇൻറ്റഗ്രേറ്റഡ് വിത്ത് ദി ഇൻസ്ട്രക്ഷണൽ പ്രോസസ്സ്. ഇൻസ്ട്രക്ഷണൽ പ്രോസസ്സിന് കൂടെ തന്നെ എന്തും കൊണ്ടുപോകണം? എന്ത് ചെയ്യണം? അസസ്മെൻറ്റ് വിലയിരുത്തൽ കൊണ്ടുപോകണം. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫോർമാറ്റീവ് അസസ്മെൻറ്റ് എന്ന് വിളിക്കുന്നത് അല്ലേ. നമ്മൾ ചാപ്റ്ററൊക്കെ കഴിഞ്ഞാൽ 6 ചാപ്റ്റർ 8 ചാപ്റ്ററൊക്കെ കഴിഞ്ഞിട്ട് അവസാനം നടത്തുന്ന അസസ്മെൻ്റ് ആണ് ഇത് സമ്മേറ്റീവ് അസസ്മെൻറ്റ്. അപ്പോൾ എന്താണ് സമ്മേറ്റീവ് അസസ്മെൻറ്റ് എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇതിനെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ പ്രീവിയസ് വീഡിയോസ് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക? ആവശ്യമുള്ളവരെന്ന് എടുത്തിട്ട് കാണുക. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെക്നിക് ഈസ് യൂസ്ഡ് ഫോർ ദ എഡ്യൂക്കേഷൻ ഓഫ് ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്? ടെക്നോളജിക്കൽ അപ്രോച്ച്, മൾട്ടി സെൻസറി അപ്രോച്ച്, ഇൻഡിവിജ്വലൈസ്ഡ് ഇൻസ്ട്രക്ഷണൽ അപ്രോച്ച് ആൻഡ് ഓൾ ദി എബോവ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെക്നിക് ഈസ് യൂസ്ഡ് ഫോർ എഡ്യൂക്കേഷൻ ഓഫ് ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്? അല്ലെ, പ്രത്യേക വിദ്യാഭ്യാസം അല്ലെ പ്രത്യേക ആവശ്യക്കാരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്? ടെക്നോളജിക്കൽ അപ്രോച്ച് വരുന്നുണ്ട്, മൾട്ടി സെൻസറി അല്ലെ മറ്റുള്ള ബഹുവിധ സെൻസറി അപ്രോച്ച് വരുന്നുണ്ട്, ഇൻഡിവിജ്വലൈസ്ഡ് വ്യക്തിപരമായിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ആവശ്യമായി വരുന്നുണ്ട്. അപ്പോൾ ഏതാണ് ആൻസർ? ഓൾ ദി എബോവ്. ഓക്കെ, മുകളിൽ പറഞ്ഞവ എല്ലാം എന്നുള്ള ആൻസറാണ് ഇവിടെ വരുന്നത്. Next, which of the following is the final stage of psychosocial development as proposed by Erik Erikson? നമുക്കറിയാം സൈക്കോസോഷ്യൽ ഡെവലപ്മെൻറ്റ് തിയറി കൊണ്ടുവന്നത് എറിക് എറിക്സൺ ആണ്. അപ്പം ഏതാണ് അവസാന സ്റ്റേജ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്? ഓട്ടോണമി വേഴ്സസ് ഷെയിം, ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്, ഈഗോ ഇൻറ്റഗ്രിറ്റി വേഴ്സസ് ഡെസ്പെയർ, ഐഡൻറ്റിറ്റി ഫോർമേഷൻ വേഴ്സസ് ഐഡൻറ്റിറ്റി കൺഫ്യൂഷൻ. കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? കറക്റ്റ് ഓപ്ഷൻ സി ആണ് അല്ലേ. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ഈഗോ ഇൻറ്റഗ്രിറ്റി വേഴ്സസ് ഡെസ്പെയർ എന്നുള്ളതാണ് എറിക് എറിക്സൻ്റെ തിയറിയിൽ അവസാന സ്റ്റേജായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഐഡൻറ്റിറ്റി ക്രൈസിസ്, ഐഡൻറ്റിറ്റി ഫോർമേഷൻ വേഴ്സസ് ഐഡൻറ്റിറ്റി കൺഫ്യൂഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജാണ്. അത് ഏത് സ്റ്റേജിൻ്റെ സവിശേഷതയാണ്? അഡോളസൻസ് പീരീഡിൻ്റെ സവിശേഷതയാണ്. ഈ ഐഡൻറ്റിറ്റി കൺഫ്യൂഷൻ അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്നുള്ള ടേം കൊണ്ടുവന്നത് ആരാണ്? ആ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ആരാണെന്ന് മുന്നേ ചോദിച്ചിട്ടുണ്ട്. അതാരാണ്? അതും എറിക് എറിക്സൺ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈകാരിക ബുദ്ധിയുടെ വക്താവ് ആരാണ്? ഗോൾമാൻ, തേഴ്സ്റ്റൺ, ഗാർഡനർ, ബിനെ. വൈകാരിക ബുദ്ധിയുടെ വക്താവ് ഹു കോയിൻ ദ ടേം ഇമോഷണൽ ഇൻ്റലിജൻസ്? എ ആണ്, ഗോൾമാൻ ആണ്. ഓപ്ഷൻ എ ഗോൾമാൻ ആണ്. അപ്പം എബിലിറ്റി ഓഫ് എ സ്റ്റുഡൻറ്റ് ടു അപ്ലൈ ദ അക്വയർഡ് നോളജ് ടു സോൾവ് പ്രോബ്ലംസ് ഇൻ സിമിലർ ഓർ റിലേറ്റഡ് സിറ്റുവേഷൻ ഈസ് നോൺ ആസ്. ചോദ്യം ഇംഗ്ലീഷിലാണെങ്കിലും അതിൻ്റെ മലയാളം കൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത് മുന്നേ പഠിച്ച ഒരു കാര്യം എന്ത് ചെയ്യുന്നു? ദ എബിലിറ്റി ഓഫ് എ സ്റ്റുഡൻറ്റ് ടു അപ്ലൈ ദ അക്വയർഡ് നോളജ്. നമ്മൾ പഠിച്ച ഒരു കാര്യം എന്തിന് നമ്മൾ അപ്ലൈ ചെയ്യുന്നു? ടു സോൾവ് പ്രോബ്ലംസ്, പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. ഇൻ സിമിലർ ഓർ റിലേറ്റഡ് സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഒരുപോലെയുള്ള ആ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റൊരു സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? മുന്നേ പഠിച്ച ഒരു കാര്യം നമ്മൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്നു. ഇതിനെ എന്താണ് വിളിക്കുന്നത്? ഓപ്ഷൻ എ ആറ്റിറ്റ്യൂഡ്, ഓപ്ഷൻ ബി മോട്ടിവേഷൻ, ഓപ്ഷൻ സി ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്, ഓപ്ഷൻ ഡി റീഎൻഫോഴ്സ്മെൻറ്റ്. അപ്പോൾ എന്താണ് കറക്റ്റ് ഓപ്ഷനായിട്ട് വരുന്നത്?
ഓപ്ഷൻ സി ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ആണ് അല്ലേ, ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ആണ് കഴിഞ്ഞ തവണത്തെ ഇപ്പം ലേറ്റസ്റ്റായി നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മുന്നേ വീഡിയോസ് കണ്ടിരുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കഴിഞ്ഞ എക്സാമിന് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകും. കാരണം ഇതൊക്കെ നമ്മൾ എല്ലാ വീഡിയോസിലും കവർ ചെയ്ത ടോപ്പിക്സ് ആണ്. എന്താണ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്? എന്താണ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്? നമ്മൾ പഠിച്ച ഒരു കാര്യം മറ്റൊരു സാഹചര്യത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് തന്നെ പലതരത്തിലുണ്ട്. പ്രധാനമായിട്ടും 3-4 ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് നമുക്ക് പറയാൻ പറ്റും. അതിലൊന്ന് പോസിറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ആണ്. നമ്മൾ മുന്നേ പഠിച്ച ഒരു കാര്യം നമ്മുടെ അതേ സിറ്റുവേഷനിൽ അല്ലെങ്കിൽ നെക്സ്റ്റ് ഒരു സാഹചര്യത്തിൽ നമുക്ക് മുന്നേ പഠിച്ചൊരു കാര്യം യൂസ്ഫുൾ ആകുന്നു എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? പോസിറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് വിളിക്കാം. അതേസമയം നമ്മൾ മുന്നേ പഠിച്ച ഒരു കാര്യം പുതിയൊരു സിറ്റുവേഷനിൽ വേറൊരു കാര്യം പഠിക്കുമ്പോൾ ആദ്യം പഠിച്ച കാര്യം നമുക്ക് ഈ ഒരു പഠനത്തെ ദോഷകരമായിട്ടാണ് ബാധിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? നെഗറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്. ഓക്കെ, അപ്പോൾ അവിടെ നെഗറ്റീവ് ആയിട്ടുള്ള എഫക്റ്റാണ് നമുക്ക് ഉണ്ടാകുന്നത്. അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? നെഗറ്റീവ് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് വിളിക്കുന്നു. അതേസമയം യാതൊരു തരത്തിലുള്ള അല്ലെങ്കിൽ പോസിറ്റീവായിട്ടോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടോ ഒന്നും തന്നെ ഇല്ലെങ്കിൽ നമുക്കതിനെ എന്ത് വിളിക്കാം? സീറോ ട്രാൻസ്ഫർ അല്ലെങ്കിൽ ന്യൂട്രൽ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് വിളിക്കുന്നു. സീറോ ട്രാൻസ്ഫറിനെയാണ് എന്ത് വിളിക്കുന്നത്? സീറോ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മുന്നേ എല്ലാ വീഡിയോസിലും ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള ടോപ്പിക്കാണ്, അതുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ അത് പറഞ്ഞു പോയത്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് വെച്ച് പഠിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ 4 ഇപ്പോൾ ആറ്റിറ്റ്യൂഡ്, മോട്ടിവേഷൻ, ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്, റീഎൻഫോഴ്സ്മെൻറ്റ്, നിങ്ങൾ എന്ത് ചെയ്യുക? വെറും ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചു പോകുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? ഈ 4 ഓപ്ഷൻസ് എന്താണെന്ന് കൂടെ ഒന്ന് മനസ്സിലാക്കി പോകാൻ ശ്രദ്ധിക്കുക. ആറ്റിറ്റ്യൂഡ് എന്താണ്, മോട്ടിവേഷൻ എന്താണ്, റീഎൻഫോഴ്സ്മെൻറ്റ് എന്താണ്, അതൊക്കെ ഒന്ന് മനസ്സിലാക്കി പോകുന്നത് നന്നായിരിക്കും. Next, Abraham Maslow put forth the idea of hierarchy of needs. Some of the human needs he proposed are. അബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയെക്കുറിച്ചിട്ടാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. കുറച്ച് ശ്രേണി കൊടുത്തിട്ടുണ്ട്. അക്കോർഡിംഗ് ടു മാസ്ലോ ദ കറക്റ്റ് ഓർഡർ ഓഫ് നീഡ് ഈസ്. ഈ ആവശ്യങ്ങളുടെ കറക്റ്റ് ഓർഡറാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ടേം ആയിരിക്കും ആര്, അല്ലെങ്കിൽ പേരായിരിക്കും ഏത്? അബ്രഹാം മാസ്ലോ. ഹൈറാർക്കി ഓഫ് നീഡ്സ്, ആവശ്യങ്ങളുടെ ശ്രേണി അല്ലേ. ഇതെന്തുമായിട്ട് ബന്ധപ്പെട്ട തിയറിയാണ്? തിയറി ഓഫ് മോട്ടിവേഷനാണ്. മോട്ടിവേഷനുമായി ബന്ധപ്പെട്ട ഒരു തിയറിയാണ് അബ്രഹാം മാസ്ലോ കൊണ്ടുവന്നത്, ആവശ്യങ്ങളുടെ ശ്രേണി എന്ന് പറഞ്ഞിട്ട് അല്ലേ. അപ്പം അതിൽ ഏതൊക്കെ പറയുന്നുണ്ട്? ഒരുപാട് 5 ശ്രേണിയായിട്ടാണ് അല്ലെങ്കിൽ 5 കാര്യങ്ങളാണ് ഇതിൽ അദ്ദേഹം ഒരു ഹൈറാർക്കിക്കൽ ഓർഡറിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഓർഡറാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതാണ് ഓപ്ഷനായിട്ട് വരുന്നത്, കറക്റ്റ് ഓർഡറിൽ വരുന്നത്? ഫസ്റ്റ് ഏതാണ് വരുന്നത്? ഫിസിയോളജിക്കൽ നീഡാണ്. അപ്പോൾ തന്നെ നമുക്ക് ബിയും ഡിയും എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. പിന്നെ ഉള്ളത് നമ്മുടെ മുന്നിലുള്ളത് എയും സിയും ആണ്. അപ്പോൾ അതിൽ തന്നെ ഫിസിയോളജിക്കൽ നീഡ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എപ്പോഴും നോക്കുന്നത് എന്താണ്? സെക്യൂരിറ്റി നീഡ്സ് ആയിരിക്കും അല്ലേ. ഫിസിയോളജിക്കൽ നീഡ് എന്ന് പറയുമ്പോൾ നമുക്ക് കുടിക്കാനുള്ള വെള്ളം അല്ലെങ്കിൽ ശ്വസിക്കാനുള്ള വായു അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഒരാൾക്ക് ഏറ്റവും ആദ്യം ആവശ്യമുണ്ടാകുന്നത്. പിന്നീടാണ് എന്ത് വരുന്നത്? സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി, നമ്മുടെ ഹെൽത്തിനെ കുറിച്ച് അല്ലെങ്കിൽ നമുക്കൊരു ഷെൽട്ടർ, വീട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് വരുന്നതാണ്. അപ്പോൾ രണ്ടാമത് വരുന്നത് ഏതാണ്? സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി നീഡ്സ് ആണ്. അപ്പോൾ ആ 2 കാര്യങ്ങൾ അറിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ ഇതുപോലെ ഒരു മൂന്നാമത്തതും കൂടെ നമുക്ക് നോക്കാം. മൂന്നാമത് വരുന്നത് ഏതാണ്? ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ് ആണ് അല്ലേ. ഈ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ റെഡിയായി പിന്നെ നമുക്ക് സ്നേഹത്തിനുള്ള അല്ലെങ്കിൽ ബിലോങ്ങിങ്നെസ്സിനുള്ള, ബന്ധത്തിനുള്ള ഒരു ആവശ്യം. അപ്പോൾ ഫിസിയോളജിക്കൽ നീഡ്സ്, സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി നീഡ്, ദെൻ ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ് നീഡ്സ്, ദെൻ എസ്തെറ്റിക് നീഡ്, ദെൻ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് കറക്റ്റ് ഓർഡറിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഫിസിയോളജിക്കൽ നീഡ്, സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി നീഡ്, ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ്, എസ്തെറ്റിക് ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്നുള്ള. അപ്പോൾ ഇവിടെ കറക്റ്റ് ഓപ്ഷനായിട്ട് വരുന്നത് ഏതാണ്? ഇവിടെ ഓപ്ഷൻ എ ആണ് എന്ത് കറക്റ്റായിട്ട് വരുന്നത്. ഏതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ്. നെക്സ്റ്റ് നോക്കൂ. നെക്സ്റ്റ്, ദ പ്രോസസ് ഓഫ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ബിഗിൻസ് അറ്റ് ഡാഷ് സ്റ്റേജ്. ഓപ്ഷൻ എ ബർത്ത്, ഓപ്ഷൻ ബി നേറ്റൽ, ഓപ്ഷൻ സി എംബ്രിയോണിക്, ഓപ്ഷൻ ഡി ചൈൽഡ്ഹുഡ്.
അപ്പോൾ എന്താ ക്വസ്റ്റ്യൻ എന്താണ്? ദ പ്രോസസ് ഓഫ് ചൈൽഡ് ഡെവലപ്മെൻറ്റ്, ശിശു വികാസം ബിഗിൻസ് അറ്റ് ഏത് സ്റ്റേജിലാണ് ശിശുക്കളുടെ വികാസം സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ട് വരുന്നത്. ഓപ്ഷൻ സി എംബ്രയോണിക് സ്റ്റേജ് ആണ്. ഈ എംബ്രയോണിക് സ്റ്റേജ് എന്ന് പറയുന്നത് ഏത് സ്റ്റേജിൽ വരുന്നതാണ്? നമ്മുടെ ബർത്തിന് മുന്നേ ഉള്ള സ്റ്റേജാണ്. നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിലായിരിക്കുന്ന സമയത്തുള്ള ആ ഒരു ഫസ്റ്റ് സ്റ്റേജാണ് ഇത് എംബ്രയോണിക് സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ സി ആണ്, എംബ്രയോണിക് സ്റ്റേജ് ആണ്. Next, Freud suggested different psychosexual stages during the development of an individual. The correct order. സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ ഡിഫറെൻറ്റ് സൈക്കോസെക്ഷൽ ഡെവലപ്മെൻറ്റിൻ്റെ സ്റ്റേജസ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതാണ് കറക്റ്റ് ഓപ്ഷനായിട്ട് വരുന്നത്? ഇവിടെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എ തന്നെയാണ്. ഓറൽ സ്റ്റേജ്, അനൽ സ്റ്റേജ്, ഫാലിക് സ്റ്റേജ്, ജെനിറ്റൽ സ്റ്റേജ്. ഈ സിഗ്മണ്ട് ഫ്രോയിഡ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ എക്സാമിനും ചോദിക്കുന്നതാണ്. അപ്പോൾ ഓരോ ഓരോ സ്റ്റേജിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് കൃത്യമായി പഠിച്ചു വയ്ക്കുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ മറക്കരുത്.